ഹലോ. രാവിലെ എണിച്ചും ചെറിയൊരു തലവേദനയ്ക്കും ജലദോഷത്തിനൊക്കെ നല്ലത് ചുക്ക് കാപ്പി തന്നെയാണ്. അത് തന്നെ ഉണ്ടാക്കി. ഇനിയിപ്പോ ഇവിടെ ജോലിക്ക് കൊണ്ടാ. തിരിച്ചു വരുന്ന വഴി ചെറിയൊരു വിശപ്പ്. അടുത്തുള്ള ചായക്കടയിൽ കയറി അവിടെ നിന്ന് ഒരു ചായയും കുടിച്ചു. രാവിലെ തന്നെ ഒരു ഉണ്ണിയപ്പമാണ് കഴിച്ചു തുടങ്ങി. തിരിച്ച് വീട്ടിലെത്തി രാവിലത്തെ ഭക്ഷണവും കഴിച്ച് ഞാൻ എന്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറച്ചു നേരം റെഫറൻസ് എടുത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. എനിക്ക് ഇന്ന് അക്ഷയയിൽ പോകേണ്ട ഒരു ആവശ്യം. എല്ലാ ഡോക്യുമെന്റ്സും മറക്കാതെ എടുത്തിട്ട് പോയതുകൊണ്ട് അക്ഷയയിലെ പരിപാടിയും വേഗം തന്നെ തീർന്നു. തിരിച്ചു വന്ന് വീട്ടിലെത്തി കുറച്ച് പഴവും പപ്പായും ഉണ്ട്. അതും കഴിച്ച് ബാക്കിയുള്ള വർക്കും തീർന്നു. അതിന്റെ ഇടയിൽ രാവിലെ ജോലിക്ക് പോയ അമ്മയ്ക്കിന്ന് നേരത്തെ പണി കഴിഞ്ഞു. അവിടെ പോയി അമ്മനെയും കയറ്റി ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. വീട്ടിലെത്തിയത് അമ്മ ജോലി സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. എന്താണെന്നറിയില്ല, നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഓരോന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. സാധാരണ ജലദോഷവും പനിയും വന്നാൽ ഒന്നും കഴിക്കാൻ തോന്നില്ല. പക്ഷെ എനിക്ക് നേരെ ബാക്കിയുള്ള പണിയും തീർത്ത് മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോൾ അടുത്തുള്ള നായ്ക്കുട്ടി എന്നെ കണ്ടപ്പോൾ കാണിക്കുന്ന സന്തോഷം. കുറെ നാളായിട്ട് പാടത്തേക്ക് പോകണം വിചാരിക്കുന്നു. ഇന്നാണ് ഇപ്പൊ സമയം കിട്ടിയത്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഇപ്പൊ നടന്നുകൊണ്ട്. പണ്ട് എപ്പോഴും ഒരിക്കൽ വന്നിട്ട് പിന്നെ ഇപ്പൊ വരുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ് ഇങ്ങോട്ട്. ചെറുപ്പത്തിലേക്ക് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരികയായിരുന്നു. ഇപ്പോഴാണ് പിന്നെ വരാൻ പറ്റാണ്ടായത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൂര്യ വെളിച്ചം കുറഞ്ഞു വരുന്നുണ്ട്. അതിനുള്ളിൽ എനിക്കിവിടെ ഫുള്ള് നടന്നു കാണാം. പാടത്തൊക്കെ ഇപ്പൊ വെള്ളം ഉള്ളത് കൊണ്ട് കാലൊക്കെ ഒന്ന് കഴിയും. നല്ല തണുപ്പും കയറുന്നുണ്ട്. പണ്ട് ഈ കുളത്തിലൊക്കെ കുളിക്കാനും മീൻ പിടിക്കാനൊക്കെ വരികയായിരുന്നു. ഇപ്പൊ ഇതാണ് കുളത്തിന്റെ അവസ്ഥ. അങ്ങനെ എല്ലാം കണ്ട് ഇപ്പൊ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്നൊരു തൂവല് കിട്ടിയത്. അതെടുത്ത് കുറച്ചു നേരം നോക്കി. വരമ്പിൽ ചത്ത് കിടക്കുന്ന ഞണ്ടിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതും കൂടി നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളും നിങ്ങളുടെ തിരക്കേറിയ ജോലി ദിവസങ്ങളിൽ നിന്ന് കുറച്ചു നേരം മാറ്റിവെച്ച് ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായ സ്ഥലത്തിലേക്ക് ഒന്ന് ഇറങ്ങും. ഇതുപോലുള്ള സ്ഥലത്തൊക്കെ കുറച്ചു നേരം വന്ന് ഇരുന്നാലേ നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ആവും. അപ്പൊ വൈകുന്നേരം ആവും തോറും സൂര്യ വെളിച്ചം കുറഞ്ഞ് ഇരുട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാടത്തുള്ള പ്രകൃതി ആസ്വദിച്ച് ഞാനിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോട്ടെ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.